ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. നോൺ വെജ് കറികൾക്കുള്ള മസാലക്കൂട്ടിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ പെരിഞ്ജീരകം. മസാലയോടൊപ്പം കഴിക്കാൻ മാത്രമല്ല കേട്ടോ, ഈ പെരിഞ്ജീരകം വെച്ചിട്ട് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് കണ്ടാലോ? നമ്മുടെ ടിപ്സ് ചെയ്യാനായിട്ട് കുറച്ച് പെരിഞ്ജീരകം വേണം. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന പെരിഞ്ജീരകം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. പക്ഷെ മിക്സിയുടെ ജാറിൽ അത്രയ്ക്ക് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ. എങ്കിലും എത്രത്തോളം പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പെരിഞ്ജീരകം പരമാവധി ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തീരെ കുറച്ചായതുകൊണ്ടാണ് കേട്ടോ മിക്സിയിൽ പൊടിയാത്തത്. കുറച്ചധികം ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ നൈസ് പൊടി അരിച്ച് മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. അസിഡിറ്റി, വയറുവേദന, പുളിച്ച് തികട്ടൽ ഇവയ്ക്കൊക്കെ പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് പെരിഞ്ജീരകം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, നമ്മുടെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിനും നരച്ച മുടിയെ നല്ല കട്ട കറുപ്പാക്കാനും വളരെ വിശേഷപ്പെട്ട ഒന്നാണ് പെരിഞ്ജീരകം. മിക്സിയിൽ പൊടിച്ചെടുത്ത പെരിഞ്ജീരകം നൈസ് പൊടിയും തരിതരിപ്പുള്ള പൊടിയായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പൊടിച്ചെടുത്ത പെരിഞ്ജീരകം വെച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടാലോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഒരു മൺചെരാതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ പൊടിച്ച പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നമ്മളെ നൈസായിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന പെരിഞ്ജീരകമാണ് കേട്ടോ ഇതിനായിട്ട് വേണ്ടത്. ഒരു കുഞ്ഞു കഷ്ണം കർപ്പൂരം കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തത് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരൽപ്പം വേപ്പെണ്ണയോ നല്ലെണ്ണയോ ചെരാതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. പെരിഞ്ജീരകം കൊണ്ടുള്ള നല്ലൊരു മോസ്കിറ്റോ റിപ്പല്ലൻ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സന്ധ്യാസമയത്താണല്ലോ നമ്മുടെ വീടിനകത്ത് കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ളത്. അതായത് സന്ധ്യ ആകുമ്പോഴേക്കും വീടിന് പുറത്തുള്ള കൊതുകെല്ലാം നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ ആ സമയത്ത് ഇതൊരെണ്ണം ഉണ്ടാക്കി നമ്മുടെ സിറ്റ് ഔട്ടിലോ മുറിക്കകത്തോ എവിടെയെങ്കിലും ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി. പെരിഞ്ജീരകവും കർപ്പൂരവും ഒക്കെ നല്ലെണ്ണയിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന നല്ലൊരു സ്മെല്ലാണ് ഇവിടെ നിറയെ. ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ വീടിനകത്തെ കൊതുകെല്ലാം ഇല്ലാണ്ടാവുന്നത് നമുക്കറിയാൻ സാധിക്കും. ഒരൊറ്റ തവണ ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഈ ടിപ്പ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരൽപ്പം പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നൈസായിട്ട് വെച്ചേക്കുന്ന പൊടിയാണ് കേട്ടോ ഈ ആവശ്യത്തിന് വേണ്ടത്. ഇതിലേക്ക് ഒരൽപ്പം തൈര് ചേർത്ത് പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കാം. ഇനി ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കളും മുഖക്കുരു വന്ന് പൊട്ടിപ്പോയ കറുത്ത പാടുകളൊക്കെ നിശേഷം മാർക്കിട്ടാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് ഇട്ടത്. അതുമാത്രമല്ല, കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന ഡാർക്ക് സർക്കിള് അതൊക്കെ മാറാനും വളരെ ഫലപ്രദമാണ് കേട്ടോ നമ്മുടെ മരുന്ന്. വിൻ്റർ സീസണിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒന്നാണിത്. അതായത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആ വരൾച്ചയും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് മാറാനും നമുക്ക് ദിവസേന യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. അതുപോലെ തന്നെ റോൾഡ് ഗോൾഡിൻ്റെ മാലകളോ അല്ലെങ്കിൽ മുത്തുമാലകളൊക്കെ ഇടുന്ന ചിലരുടെയൊക്കെ കഴുത്തിൽ കറുപ്പ് നിറവും ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറില്ലേ? അത് പൂർണ്ണമായിട്ട് മാറുന്നതിന് വേണ്ടി നമ്മുടെ മിക്സ് ദിവസവും പുരട്ടിയാൽ മതി. ഏകദേശം ഒരാഴ്ചയോളം പുരട്ടി കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ചിലർക്കൊക്കെ തൈര് യൂസ് ചെയ്യാൻ മടിയായിരിക്കും. അങ്ങനെയുള്ളവർ തൈരിന് പകരമായിട്ട് തക്കാളി ജ്യൂസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെരിഞ്ജീരകം വെച്ചിട്ടുള്ള നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ട കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസോളം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തതിൻ്റെ ബാക്കി തരിതരിപ്പായിട്ടുള്ള പൊടിയില്ലേ, അതിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്ക് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇട്ടുകൊടുത്ത പെരിഞ്ജീരകത്തിൻ്റെ എസൻസും കാര്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടി ഏകദേശം 5 മിനിറ്റ് നേരത്തേക്ക് വെട്ടി തിളപ്പിക്കണം. 5 മിനിറ്റ് നേരം തിളച്ചപ്പോഴേക്കും പെരിഞ്ജീരകത്തിൻ്റെ എസൻസ് ഒക്കെ ഇറങ്ങി നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ടും തണുത്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അതവിടെ ഇരുന്ന് നന്നായിട്ടും തണുത്ത് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച നൈസ് പൊടിയില്ലേ, അത് വെച്ചിട്ടൊരു ടിപ്പ് ചെയ്യാം. ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നൈസ് പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മുടെ പെരിഞ്ജീരകപ്പൊടി നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്.
പെരുംജീരകപ്പൊടിയും തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. മുടി കൊഴിച്ചിൽ മാറാനും മുടി സമൃദ്ധമായിട്ട് വളരാനും അതുപോലെ തന്നെ അകാല നരയെ തടയാനും വളരെ വിശേഷപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ പെരുംജീരകം. തലയിലെ താരനും ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് പണ്ട് മുതൽക്കേ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് തൈര്. അതുമാത്രമല്ല, തൈര് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും. പെരുംജീരകവും തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ. കെമിക്കലുകൾ ഒന്നും തന്നെ ചേരാത്ത ബ്ലാക്ക് ഹെന്ന ആയുർവേദിക് ഷോപ്പുകളിലും അതുപോലെ അങ്ങാടി കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. തൈരും പെരുംജീരകപ്പൊടിയും ചേർത്ത നമ്മുടെ മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് ഹെന്ന ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം ഏകദേശം 1 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഈ നേരം കൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചേക്കുന്ന പെരുംജീരകവും കഞ്ഞിവെള്ളവും ചേർത്ത മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിക്കാം. മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും അതുപോലെ തന്നെ തലയിലുണ്ടാകുന്ന താരനും ചൊറിച്ചിലൊക്കെ മാറി മുടി സമൃദ്ധമായിട്ട് വളരാനും പറ്റിയ നല്ലൊരു ഹെയർ ടോണിക്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അരിച്ചെടുത്ത സൊല്യൂഷൻ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമുക്കിത് തലമുടിയിലും തലയൊട്ടിയിലും അതായത് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടി കൊഴിച്ചിലും താരനൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ മരുന്ന് അപ്ലൈ ചെയ്യണം. കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ ഈ മരുന്ന് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇത് പുറത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടായി പോകും. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് അന്നന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എന്നാൽ ഇതിങ്ങനെ ചെയ്തെടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ 1 പ്രാവശ്യം ഉണ്ടാക്കിയതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 2-3 ദിവസമൊക്കെ കേടാവാതിരുന്നോളൂ. ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്പാണ് കേട്ടോ ഇത്. ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച നമ്മുടെ പെരുംജീരകപ്പൊടിയും തൈരും ബ്ലാക്ക് ഹെന്നയും ചേർത്ത് മിക്സ് നമുക്കൊന്ന് നോക്കിയാലോ. എത്ര നരച്ച മുടിയെയും വേര് മുതൽ തന്നെ കറുപ്പാക്കാനുള്ള നല്ലൊരു മിക്സാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, അകാല നരയെ പൂർണ്ണമായിട്ടും തടയാൻ പറ്റിയ ഒന്നുകൂടിയാണിത്. ഇതാ കണ്ടോ, നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ മിക്സ് പാകത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. പകരമായിട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഒലിച്ചിറങ്ങാത്ത രീതിയിലുള്ള പാകത്തിനുള്ള മിക്സാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ പുരട്ടി കൊടുക്കാം. ചെമ്പരത്തി ഇല കൊണ്ടുണ്ടാക്കിയ താളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് മുടി നന്നായിട്ട് കഴുകി എണ്ണമയൊക്കെ നീക്കിയ ശേഷം വേണം നമ്മുടെ ഡൈ അപ്ലൈ ചെയ്യാൻ. മുടിയിലും സ്കാൽപ്പിലും ഒക്കെ ഡൈ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ തലയിൽ വെക്കണം. എന്നിട്ട് വേണം കഴുകിക്കളയാൻ. 1 മണിക്കൂറിന് ശേഷം സോപ്പോ ഷാമ്പുവോ ഒന്നും യൂസ് ചെയ്യാതെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്